ദൃശ്യം 3 വേൾഡ് വൈഡായിട്ട് 21 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. 3 ദിനങ്ങൾ, അതായത് 72 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇനിയും വരാനുള്ളത് ഏകദേശം 25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ. അതായത് ആദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50 കോടിയോളമാണെന്നുള്ളതാണ്. ഇവിടെ നോർത്ത് അമേരിക്കയിൽ $250K മുകളിലാണ് പ്രീമിയർ സെയിലിലൂടെ സിനിമ നേടിയിരിക്കുന്നത്. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡ് വാരിക്കൂട്ടി ജോർജ് കുട്ടിയും കൂട്ടരും അങ്ങനെ അഴിഞ്ഞാടുമ്പോൾ തിരുവനന്തപുരം ഏരീസ് പ്ലസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 14ഓളം ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 91% ഒക്യുപ്പൻസിയിൽ സിനിമ 11 കോടി 13 ലക്ഷം രൂപ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 91% ഫ്രണ്ട് റോകൾ മാത്രം ചില തീയതിയിൽ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ 15 കോടി ലഭിച്ചു എന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ്. ആദ്യ വീക്കെൻഡ് കളക്ഷൻ 21 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. മികച്ച ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. അതായത് ഇനിയും ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും കളക്ഷൻ തീർക്കാൻ പോവുകയാണ്. പാട്രിയോട്ടാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. ആടിൻ്റെ കഥ ഇവിടെ കഴിച്ചു. ആട് 3യുടെ അടുത്തത് പാട്രിയോട്ടിനെയാണ്. പാട്രിയോട്ട് 30 കോടി 29.5 കോടിയാണുള്ളത്. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ട് തീരുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്തായാലും എല്ലാ തിയേറ്ററുകളും കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ജോർജ് കുട്ടിയുടെ ഈ ഒരു വരവിന് വേണ്ടി. മൂന്നാം വരവിൽ 4ാം ക്ലാസ്സുകാരൻ്റെ മൂന്നാം വരവിനായി ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ദൃശ്യം ഓപ്പണിംഗ് ഡേയിൽ 25 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് പ്രീസെയിലൂടെയുള്ള കണക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകാം. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് 40ഓ 50ഓ കോടിയിലേക്കും എത്താം. തിയേറ്ററുകൾ ചാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാൽ മതി. ബാക്കിയെല്ലാം കൊണ്ടും ആളുകൾ ഇടിച്ചു കയറുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നു. സർവ്വകാല റെക്കോർഡുകളും തിരുത്തി കുറച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓടുന്നത്. തമിഴും തെലുങ്കിലും കന്നഡയിലും എല്ലാം അത്രത്തോളം ജനത്തിരക്ക് അനുഭവപ്പെടുന്നു. 1250 മുകളിലുള്ള ലൊക്കേഷൻസ് ഇൻ്റർനാഷണലിൽ സിനിമ എത്തുകയാണ്. അതായത് ഒരു മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുകയാണ്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദൃശ്യം അങ്ങനെ ഇനിയുള്ള 72 മണിക്കൂറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ മണിക്കൂറും കഴിയുമ്പോൾ തീ പോലെ ബുക്കിംഗ് ആളിപ്പടരും എന്നുള്ളത് നമുക്ക് ഉറപ്പാകുകയാണ്. എന്താണേലും കാത്തിരിക്കുന്നു. 271.96K ടിക്കറ്റാണ് ഇതിനോടകം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. ഇത്രത്തോളം ടിക്കറ്റുകൾ തന്നെ ഇനി വരുന്ന 3 ദിനങ്ങളിൽ പോകും എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻസിലൂടെ പറയാം. ടിക്കറ്റ് ബുക്ക് ചെയ്തവരും ടിക്കറ്റ് കിട്ടാത്തവരുമൊക്കെ ഒന്ന് പറയുക. എന്തായാലും മോഹൻലാലിൻ്റെ, അതായത് മലയാളത്തിൻ്റെ ഒരു രാജാവിൻ്റെ കൊലത്തൂക്ക് കാണുകയാണ് നമ്മളിവിടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ആഡംബരമായി നമ്മൾ കാണും. അതായത് ഇനിയുള്ള അഴിഞ്ഞാട്ടത്തിൻ്റെ ദിനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ ക്ഷണിക്കുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. ലാൽ സലാം.